നമസ്കാരം. തികച്ചും തെറ്റായ ഒരു വാർത്തയാണ് നമ്മുടെ കേരളത്തിൽ എമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ ഒരു പുതിയ 9 അംഗ ഭരണഘടനാ ബെഞ്ച് ശബരിമല കേസിലെ റിവ്യൂ പെറ്റീഷൻ്റെ വാദം കേൾക്കാൻ പോവുകയാണോ എന്നും അതുകൊണ്ട് തന്നെ മാർച്ച് 14 മുമ്പായിട്ട് ഈ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരും അതുപോലെ എതിർക്കുന്നവരും ആയ കക്ഷികൾ അവരവരുടേതായിട്ടുള്ള വാദമുഖങ്ങൾ എഴുതി കോടതിക്ക് സമർപ്പിക്കേണ്ടതാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ അടുത്ത വേളയിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വെട്ടിലായിരിക്കുകയും ആണ് എന്നാണ് ആ വാർത്ത. അതിലെ സത്യം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പിണറായി വിജയന് വേണ്ടിയിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുക്കേണ്ടി വരുമോ? ഈ വക കാര്യങ്ങളാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2006 ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ശബരിമലയിൽ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ കൂടി കയറാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തത്. തുടർന്ന് 2018 സെപ്റ്റംബർ മാസം 28 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഒരു വിധി പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് 50ഓളം റിവ്യൂ പെറ്റീഷനുകൾ സുപ്രീം കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെട്ടു. ഈ വിഷയം കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു റിവ്യൂ പെറ്റീഷൻ എന്ന് ഒന്ന് മനസ്സിലാക്കാം. റിവ്യൂ എന്ന് പറയുന്നത് അപ്പീലല്ല. സുപ്രീം കോടതിയുടെ എത്ര ചെറിയ ബെഞ്ചായാലും ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ നൽകാൻ സാധ്യമല്ല. എന്നാൽ റിവ്യൂ നൽകാൻ കഴിയും. എന്താണൊരു റിവ്യൂ? റിവ്യൂ ഹർജികൾ പരിഗണിക്കേണ്ടത് ആ വിധി പറഞ്ഞ അതേ ജഡ്ജി അല്ലെങ്കിൽ അതേ ജഡ്ജിമാർ തന്നെ ആയിരിക്കണം. ഒരു ജഡ്ജിയെ മാറ്റിയിട്ട് മറ്റൊരു ജഡ്ജിയെ അവിടെ അവരോധിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ജഡ്ജി മരണപ്പെട്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ചിരിക്കണം, അതുമല്ലെങ്കിൽ റിട്ടയർ ആയിരിക്കണം. ശബരിമല കേസിൽ ആദ്യം വിധി പറഞ്ഞത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര, നരിമാൻ, ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര, ഖാൻ വിൽക്കർ എന്നിവർ ആയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ റിവ്യൂ ഹർജികൾ പരിഗണനയ്ക്ക് വന്ന സമയത്ത് അതിനകം തന്നെ ഈ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര റിട്ടയറായി പോയിരുന്നു. അദ്ദേഹത്തിന് പകരമായിട്ട് ബെഞ്ചിൽ വന്നത് പുതിയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു. കൂടുതൽ വാദങ്ങളൊന്നും കൂടാതെ, കൂടുതൽ ഡീപ്പായിട്ടുള്ള പരിശോധനകൾ ഒന്നും കൂടാതെ തന്നെ ഒരു ജഡ്ജിമെൻറ്റിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കാവുന്ന ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ കഴിയുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നഷ്ടപരിഹാര കേസിൽ കോടതി നഷ്ടപരിഹാരം കാൽക്കുലേറ്റ് ചെയ്ത രീതി ശരിയായില്ല, അതുകൊണ്ട് പരാതിക്കാരന് നഷ്ടമുണ്ടാകുന്നു. അല്ലെങ്കിൽ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക്, ടൈപ്പിസ്റ്റ് ഈ വിധി ടൈപ്പ് ചെയ്ത വേളയിൽ ഒരു പ്രധാനപ്പെട്ട ആക്ട് അല്ലെങ്കിൽ നിയമം ഒക്കെ മെൻഷൻ ചെയ്യുന്ന വേളയിൽ അയാൾക്ക് തെറ്റുപറ്റി. അതുപോലെ തന്നെ മറ്റൊരു കേസിൽ കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ പരാതിക്കാരന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ റീസണിങ് ചെയ്ത് പോകുന്നത്. എന്നാൽ അവസാനം വന്നപ്പോൾ ഈ പെറ്റീഷൻ ഡിസ്മിസ്ഡ് ആയി എന്ന് തെറ്റായിട്ട് മെൻഷൻ ചെയ്തു. അതുകൊണ്ട് വീണ്ടും പരാതിക്കാരന് നഷ്ടമുണ്ടാകുന്നു. അത്തരത്തിലൊക്കെയുള്ള പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെറ്റുകളെ ആണ് എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ തെറ്റുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ നമ്മുടെ ഈ ശബരിമല കേസിലെ ആദ്യത്തെ വിധിയിൽ അങ്ങനെയുള്ള എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റിവ്യൂവിൻ്റെ വാദസമയത്ത് പുതിയ വാദമുഖങ്ങൾ ഒന്നും തന്നെ ഉയർത്താൻ കഴിയില്ല. പഴയ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ജഡ്ജിമെൻറ്റിൽ എന്താണ് എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഈ റിവ്യൂ ഹർജിക്കാർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂവിൻ്റെ സ്കോപ്പ് വളരെ പരിമിതമാണ്. അതൊരു അപ്പീലല്ല എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കണം. എന്നാൽ ശബരിമല റിവ്യൂ ഹർജിയിലെ ഹർജിക്കാർ ഉയർത്തിക്കാണിച്ചത് അത്തരത്തിലുള്ള എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് ഒന്നും തന്നെ ആയിരുന്നില്ല. പകരം ഒരു അപ്പീലിൽ ഉയർത്തേണ്ട, വിശദമായിട്ട് വാദം കേൾക്കേണ്ട തരത്തിലുള്ള വിഷയങ്ങൾ ആയിരുന്നു അവർ അവിടെ ഉയർത്തി കാണിച്ചത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, അതിനെ ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് വ്യാഖ്യാനിച്ച രീതി ശരിയായില്ല എന്നായിരുന്നു. എന്താണ് ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്? അതായത് ഒരു മതത്തിനും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതിനെ ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് വ്യാഖ്യാനിച്ച രീതി ശരിയല്ല. രണ്ടാമതായിട്ട് പറഞ്ഞത് ഈ ആർട്ടിക്കിൾ 26, അത് ഈ റിലീജിയസ് ഡിനോമിനേഷന് വേണ്ടി മാത്രം ഉള്ളതാണ്. ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്താണെന്നുള്ളത് നിങ്ങളിൽ മിക്കവാറും ആർക്കും തന്നെ അറിയാൻ കഴിയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വളരെ നേരത്തെ തന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാനിവിടെ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളത്
തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം ഈ ശബരിമല കേസിൻ്റെ ഈ വിധി വരുന്ന വേളയിൽ അത് കാര്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ റിവ്യൂക്കാർ പറഞ്ഞത് മറ്റൊരു കാര്യം, ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസത്തിലും ഒക്കെ കൈകടത്തി എന്നാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ വിഷയങ്ങൾ ഒന്നും തന്നെ എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് ആയിരുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എങ്കിൽ എന്തുകൊണ്ടാണ് 5 അംഗ ബെഞ്ച് ഈ റിവ്യൂ ഹർജിയിൽ വാദം കേട്ടതിന് ശേഷം 7 പ്രധാനമായ ഭരണഘടനാ ചോദ്യങ്ങൾ ഒരു വിശാല ബെഞ്ചിനോട് ചോദിക്കുകയും ഈ റിവ്യൂ ഹർജിയെ പെൻഡിങ്ങിൽ വയ്ക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. അതിനുള്ള കാരണം വളരെ രസകരവും നിസ്സാരവും ആണ്. ഈ റിവ്യൂ ഹർജിയിലെ വിധി വന്നത് 2018 നവംബർ മാസം 14-ാം തീയതിയായിരുന്നു. എന്നാൽ 2018 നവംബർ മാസം 13-ാം തീയതി തന്നെ, അതായത് തൊട്ട് തലേ ദിവസം തന്നെ ഞാൻ എന്തായിരിക്കും പിറ്റേ ദിവസം സുപ്രീം കോടതി പറയാൻ പോകുന്ന വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത്, നേരത്തെയുള്ള വിധി ശരിവയ്ക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. 2 റിവ്യൂ അനുവദിക്കും. 3 മിക്കവാറും 7 അംഗ ബെഞ്ചിന് കേസ് റെഫർ ചെയ്യും. 4 നാളെ പറയുന്ന വിധിയിലെ പ്രസക്തമായ കാര്യം അയ്യപ്പൻ എന്ന പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം അവകാശങ്ങളുള്ള ഒരു ജൂറിസ്റ്റിക് വ്യക്തി ആണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും ആയിരിക്കും. ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പിറ്റേ ദിവസം അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുള്ള പക്ഷം എൻ്റെ സ്റ്റാലിൻ ദേവൻ എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറിയാൽ ഇപ്പോഴും ആ പോസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. വേണമെന്നുള്ളവർക്ക് അത് പരിശോധിക്കാം. എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അന്നേ ദിവസം തന്നെ ഡിസ്മിസ് ചെയ്യേണ്ടിയിരുന്ന ആ റിവ്യൂ ഹർജികളിൽ എങ്ങനെയാണ് ഞാൻ അത്തരത്തിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് എന്ന് എൻ്റെ പല അഭിഭാഷക സുഹൃത്തുക്കളും ആരാഞ്ഞു. ആ രഹസ്യമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ശബരിമല കേസിൽ ആദ്യം വിധി പറഞ്ഞ ബെഞ്ചിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസായിരുന്ന ദീപക് മിശ്ര റിട്ടയറായി പോയില്ലായിരുന്നു എങ്കിൽ ശബരിമല കേസിലെ റിവ്യൂ ഹർജികൾ അന്നേ ദിവസം തന്നെ തള്ളിക്കളയുമായിരുന്നു. എന്നാൽ ആ റിവ്യൂ ഹർജികളിൽ വാദം കേൾക്കുന്നതിന് മുൻപായി തന്നെ അദ്ദേഹം റിട്ടയറായി പോവുകയും പകരം പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് രഞ്ജൻ ഗൊഗോയ് വരികയും ചെയ്തു. ഈ ദീപക് മിശ്രയും രഞ്ജൻ ഗൊഗോയും തമ്മിൽ വളരെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അക്കാര്യം വളരെ നേരത്തെ തന്നെ മറനീക്കി പുറത്തു വരികയും ചെയ്തിരുന്നു. 2018 ജനുവരി മാസം 12-ാം തീയതി അന്ന് ഈ ദീപക് മിശ്രയായിരുന്നു ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള 4 ജഡ്ജിമാർ, അതായത് ജസ്റ്റിസ് ചമലേശ്വർ, രഞ്ജൻ ഗൊഗോയ്, മദൻ ബി ലോക്കൂർ, കുര്യൻ ജോസഫ്, ഇവർ ചേർന്നിട്ട് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചു. അതിലവർ ഈ ദീപക് മിശ്രയ്ക്കെതിരെ വളരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതായത് അദ്ദേഹം ഈ സെൻസിറ്റീവായിട്ടുള്ള കേസുകൾ അലോട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഈ ഭരണ സംവിധാനം ആകെ തകർന്നിരിക്കുന്നു. കൂടാതെ സുപ്രീം കോടതിയുടെ ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലനിന്നത് എന്നൊക്കെയായിരുന്നു അവർ ഉന്നയിച്ച ആരോപണങ്ങൾ. അതുകൊണ്ട് തന്നെ അയ്യപ്പ വിശ്വാസികളുടെ ഭാഗ്യത്തിന് ദീപക് മിശ്രയുടെ ഒരു വിധിക്ക് ഒരു പാര പണിയാൻ പുതിയ ചീഫ് ജസ്റ്റിസായ ഗൊഗോയ് തീരുമാനിക്കുന്നു. കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന 5 അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ചന്ദ്രചൂഡ്, നരിമാൻ, ദീപക് മിശ്ര, ഇന്ദു മൽഹോത്ര, ഇവർ 4 പേരും അവരവരുടേതായിട്ടുള്ള പ്രത്യേകം ജഡ്ജിമെൻറ്റുകൾ എഴുതിയിരുന്നു. ഈ ഖാൻവിൽക്കർ സ്വന്തം നിലയ്ക്ക് ഒരു ജഡ്ജിമെൻറ്റ് എഴുതിയിരുന്നില്ല. അദ്ദേഹം ദീപക് മിശ്രയുടെ ജഡ്ജിമെൻറ്റിനെ പിന്താങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ റിവ്യൂവിൻ്റെ സമയം ആയപ്പോൾ ഏതോ സ്വാധീനത്തിൻ്റെ ഫലമായി കാരണങ്ങൾ ഒന്നും തന്നെ പറയാതെ ജസ്റ്റിസ് ഖാൻവിൽക്കറും മറുകണ്ഠം ചാടി ജസ്റ്റിസ് ഗൊഗോയിയോടും ഇന്ദു മൽഹോത്രയോടും ഒപ്പം ചേർന്നു. അങ്ങനെ ഈ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷം 3-2 എന്നുള്ള ക്രമത്തിൽ ഈ യുവതി പ്രവേശനത്തിന് എതിരായി മാറി. അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ശബരിമല കേസിലെ റിവ്യൂ ഹർജികൾ ജീവനോടെ ഇരിക്കുന്നത്. ഈ 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് റിവ്യൂ അനുവദിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താണ്? ഈ റിവ്യൂ ജൂറിസ്പ്രുഡൻസിൻ്റെ അടിയിൽ എറർ അപ്പാരൻറ്റ് ഓൺ ഫേസ് ഓഫ് ദ റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ റിവ്യൂ അനുവദിക്കാനും പഴയ ജഡ്ജ്മെൻറ്റിനെ തിരിക്കാനും മറ്റും സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് റിവ്യൂ അനുവദിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനായി 5 അംഗ ബെഞ്ചിലെ 3 പേർ ചേർന്ന് വളരെ ബുദ്ധിപരമായി കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു, ഉപായമായിരുന്നു ഭരണഘടനാപരമായ വളരെ പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾ ഉയർത്തുക, അതിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട്
വിഷയം ഒരു വിശാല ബെഞ്ചിലേക്ക് വിടുക എന്നുള്ളത്. അല്ലാതെ ഈ 2/3 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ബെഞ്ചിന് ഒരിക്കലും ഒരു റിവ്യൂ അനുവദിക്കാനോ ഈ സ്ത്രീ പ്രവേശനത്തെ, യുവതീ പ്രവേശനത്തെ അനുവദിച്ചു കൊണ്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന വിധിയെ അട്ടിമറിക്കാനോ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്ന വേളയിൽ അതിനെ ഒരു വിശാലമായ ബെഞ്ചിലേക്ക് അയച്ചത്. അപ്പോൾ ഇപ്പോൾ അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പെറ്റീഷൻ തത്വത്തിൽ ഒരു അപ്പീലായി മാറി. അപ്പോൾ എന്തിനാണ് പുതിയ 9 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? അതായത് ഈ 5 അംഗ ബെഞ്ച് ഉയർത്തിയ 7 ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്ക് വിശദീകരണം, മറുപടി നൽകാൻ വേണ്ടി മാത്രം. ആ ചോദ്യങ്ങളിൽ ഒരിടത്തും തന്നെ ശബരിമല എന്നുള്ള ഒരു വാക്ക് പോലും ഇല്ല. അതുപോലെ തന്നെ ഈ 9 അംഗ ബെഞ്ചിൻ്റെ വിധി വരുമ്പോൾ അതിലും ഒരിടത്തും ശബരിമല എന്ന ഒരു വാക്ക് കാണാനും പോകുന്നില്ല. 5 അംഗ ബെഞ്ച് ആദ്യം ഈ 7 ചോദ്യങ്ങൾ റെഫർ ചെയ്തത് ഒരു 7 അംഗ ബെഞ്ചിലേക്ക് ആയിരുന്നു. എന്നാൽ ഈ 7 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനാണ് ക്ലാരിഫിക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ഏറ്റവും ആധികാരികമായ സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് പറയുന്നത് 1954 ഷിറൂർ മഠ് കേസിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഒരു 7 അംഗ ബെഞ്ചിന് പരിഗണിക്കാൻ പറ്റത്തില്ല. 7-ൽ കൂടുതലുള്ള ഒരു ബെഞ്ച് തന്നെ ആയിരിക്കണം അത് പരിഗണിക്കേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം 7 അംഗ ബെഞ്ചിലേക്ക് വിട്ട ഈ ചോദ്യങ്ങൾ തുടർന്ന് 9 അംഗ ബെഞ്ചിലേക്ക് മാറ്റിയത്. ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കാൻ കഴിയുന്നതായിരിക്കും ഈ വരാൻ പോകുന്ന 9 അംഗ ബെഞ്ചിൻ്റെ വിധി. 1973 കേശവാനന്ദ ഭാരതി കേസിന് ശേഷം സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഈ ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ജഡ്ജ്മെൻ്റായി അത് മാറുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, 9 അംഗ ബെഞ്ച് ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം മറ്റൊരു 5 അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ 5 അംഗ ഭരണഘടനാ ബെഞ്ചായിരിക്കും ശബരിമല കേസിലെ റിവ്യൂ പെറ്റീഷനിൽ വാദം കേൾക്കുന്നത്. അങ്ങനെ റിവ്യൂ പരിഗണിക്കുന്ന വേളയിൽ 5 അംഗ ബെഞ്ചിൻ്റെ ഗൈഡിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ 9 അംഗ ബെഞ്ച് കൊടുക്കാൻ പോകുന്ന ക്ലാരിഫിക്കേഷൻസ് ആയിരിക്കും. അതായത് ഈ ശബരിമലയിൽ സ്ത്രീകൾ കയറണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ 9 അംഗ ബെഞ്ച് കൊടുക്കാൻ പോകുന്ന ക്ലാരിഫിക്കേഷനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും എന്നർത്ഥം. ഉദാഹരണത്തിന് ഈ 7 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഈ മതങ്ങളുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കോടതിക്ക് തീരുമാനിക്കാമോ, അതല്ല അത് തീരുമാനിക്കേണ്ടത് മതപണ്ഡിതന്മാർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ 9 അംഗ ബെഞ്ചിൻ്റെ വിധിയിൽ അത് കോടതിക്ക് തീരുമാനിക്കാം എന്നാണെങ്കിൽ ഈ 2018 ആദ്യത്തെ ഈ സ്ത്രീ പ്രവേശനം അനുവദിച്ചു കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കും. അതല്ല 9 അംഗ ബെഞ്ച് പറയുകയാണ് അത് തീരുമാനിക്കേണ്ടത് മതപണ്ഡിതന്മാരാണ് അല്ലാതെ കോടതി അല്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീ പ്രവേശനം നമ്മുടെ തന്ത്രിയുടെ സ്റ്റാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം നിരോധിക്കും. 9 അംഗ ബെഞ്ചിൻ്റെ വിധി ബാധിക്കാൻ പോകുന്നത് ഹിന്ദു മതത്തിനെയോ ശബരിമല ക്ഷേത്രത്തിനെയോ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ സകലമാന മതങ്ങളെയും അത് ഒരുപോലെ ബാധിക്കും. ഇപ്പോൾ തന്നെ ഈ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നും അവിടെ പ്രാർത്ഥിക്കാനുള്ള അനുവാദം നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സീനത്ത് ഷൗക്കത്ത് അലി നൽകിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആണ്. അതുപോലെ ഈ ദാവൂദി ബൊറ എന്ന് പറയുന്നത് മുസ്ലിം മത വിഭാഗത്തിന് അടിയിലുള്ള ഒരു ഉപമത വിഭാഗമാണ്, ഒരു ഡിനോമിനേഷൻ ആണ്. ആ ഡിനോമിനേഷന് അടിയിലുള്ള സ്ത്രീകൾക്ക് ഒരു മതാചാരം എന്നുള്ള നിലയിൽ അവരുടെ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നടത്തി വരാറുണ്ട്. അത് നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സുനിത തിവാരി ഒരു കേസ്, ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതും സുപ്രീം കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ആണ്. ചില മതങ്ങൾക്കിടയിൽ ഒരു വ്യക്തി ചില പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാത്ത പക്ഷം അയാളെ ആ മതത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു നടപടി സ്വീകരിക്കാറുണ്ട്. അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സെയ്ഫുദ്ദീനും അതുപോലെ തന്നെ ഈ പാഴ്സി മതക്കാർക്കിടയിൽ ഒരു സ്ത്രീ അന്യ മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ പിന്നെ അവർക്ക് ഈ അവരുടെ ആരാധനാ സ്ഥലമായിട്ടുള്ള ഫയർ ടെമ്പിളിൽ പ്രവേശനം നൽകാറില്ല. അതും ആ ഒരു നടപടിയും തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഗൂൽ റോക്ക് ഗുപ്തയും മറ്റൊരു ഹർജി നൽകിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആണ്. സുപ്രീം കോടതിയുടെ വിധി വരുന്നതോടുകൂടി സുപ്രീം കോടതിക്ക് മാത്രമല്ല മറ്റെല്ലാ കോടതികൾക്കും ഇത്തരം വിഷയങ്ങൾ
ഈ മതഭേദമന്യേ ജെൻഡർ ഭേദമന്യേ ഒക്കെ തന്നെ ഒരേ കണ്ണിലൂടെ കാണാനും പരിഗണിക്കാനും വിധി പറയാനും കഴിയും. നമുക്കറിയാം, ശബരിമല കേസിൽ ഈ സ്ത്രീ പ്രവേശനം അനുവദിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ നിന്നു എന്ന് കരുതുക. ഭാവിയിൽ ഈ ഒരു മുസ്ലിം സ്ത്രീ കൊടുത്തിരിക്കുന്ന ഹർജി, അതായത് അവർക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കണം, അവിടെ വരുമ്പോൾ സുപ്രീം കോടതി അത് നിരാകരിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ നിയമത്തിൽ തന്നെ ഒരു ഇരട്ടത്താപ്പ് പ്രകടമാകും. അപ്പോൾ ഈ 9 അംഗ ബെഞ്ചിൻ്റെ വിധി വരുന്നതോടുകൂടി അത്തരത്തിലുള്ള പരിഗണനകൾ സാധ്യമാവുകയില്ല. അപ്പോൾ ഭാവിയിൽ ലിംഗം, പ്രായം, ആചാരം, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 26 ഡിനോമിനേഷന് കിട്ടുന്ന പ്രത്യേക അവകാശങ്ങൾ, ഈ വിഷയങ്ങളിൽ എല്ലാം തന്നെ എല്ലാ കോടതികൾക്കും ഒരേ രീതിയിൽ വിധി പറയാൻ ഈ 9 അംഗ ബെഞ്ചിൻ്റെ വിധി സഹായകം ആകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 അംഗ ബെഞ്ചിൻ്റെ വിധിക്ക് ശേഷം മറ്റൊരു 5 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായിരിക്കും ശബരിമല റിവ്യൂ കേസ് കേൾക്കാൻ പോകുന്നത്. എങ്കിൽ പിന്നെ ഈ മാർച്ച് 14 മുൻപായിട്ട് എന്ത് എഴുതി കൊടുക്കണമെന്നാണ് നമ്മുടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കക്ഷികളോട് ആവശ്യപ്പെട്ടത്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അല്ല, മറിച്ച് ഈ 9 അംഗ ബെഞ്ചിൻ്റെ മുന്നിൽ കിടക്കുന്ന 7 ചോദ്യങ്ങളിൽ അവരുടെ സ്റ്റാൻഡ് എന്താണ്, അതിനനുസരിച്ചുള്ള അവരുടെ വാദമുഖങ്ങൾ എഴുതി കൊടുക്കാനാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കക്ഷികളോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അല്ല. അതുകൊണ്ട് ഏവരും പറയുന്നത് പോലെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള ഒരു സ്റ്റാൻഡ് പിണറായിക്കോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു സർക്കാരിനോ നിയമപരമായിട്ട് ഈ റിവ്യൂ പെറ്റീഷന് അടിയിൽ ഒരിക്കലും തന്നെ എടുക്കാൻ സാധ്യമല്ല എന്നുള്ള നിയമപരമായ കാര്യം നിങ്ങൾ ഏവരും മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ശബരിമല കേസിലെ യഥാർത്ഥ പ്രശ്നം? നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ചില മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള തുല്യത, ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ പൗരനും അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നതിനും ഉള്ള അവകാശം നൽകുന്നുണ്ട്, സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, പബ്ലിക് മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അപ്പോൾ ആർട്ടിക്കിൾ 14 നൽകുന്ന ഈ ഇക്വാലിറ്റി ബിഫോർ ലോ, അതായത് തുല്യതയ്ക്കുള്ള അവകാശമാണോ? അതല്ല ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള ഒരു മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നതിനും ഉള്ള അവകാശമാണോ? ഏതാണ് വലുത് എന്നുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്നാണ് വലുതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇതൊരു ബാലൻസിങ് ആക്ടിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. അതിനായി ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡാണ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഈ തുല്യതയും സംരക്ഷിക്കപ്പെടണം, അതുപോലെ തന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടുകയും വേണം. അതിനുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഒന്ന് കാണുക. വനിതകൾ അതിൽ കയറണമെന്ന് പറയുന്നതും വനിതകളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രായത്തിലുള്ളവരെ കയറ്റരുതെന്ന് പറയുന്നതും രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു തർക്കിക്കേണ്ട വിഷയമല്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതിന് രണ്ടും അല്ലാത്ത ഒരു ഉത്തരവുണ്ട് അതിനകത്ത്. നിങ്ങൾ റിലീജിയസ് ആണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ റിലീജിയന്റെ നിയമങ്ങളെ അനുസരിക്കുക. നിങ്ങൾ റിലീജിയസ് അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക. ഇതല്ലേ വേണ്ടൂ. ഞാൻ റിലീജിയസ് അല്ല, പക്ഷേ റിലീജിയന്റെ മതത്തെ മുഴുവൻ ഞാൻ നേരെയാക്കുമെന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ റിലീജിയസ് ആണ്, പക്ഷേ ഞാൻ മറ്റേത് ചെയ്യുള്ളൂ എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഈ ശബരിമല കേസ് വളരെ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശബരിമല കേസിൽ ആദ്യം സുപ്രീം കോടതി പറഞ്ഞ വിധിന്യായത്തിലെ നിയമപരമായ തെറ്റുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ 9 അംഗ ബെഞ്ചിനോട് ചോദിച്ചിരിക്കുന്ന 7 ചോദ്യങ്ങളിൽ 9 അംഗ ബെഞ്ച് എന്ത് മറുപടിയായിരിക്കും നൽകുക എന്നും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ അന്തിമമായി ഈ ശബരിമല കേസിൽ സുപ്രീം കോടതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് 1 or 2 വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് ചെയ്യാൻ എനിക്ക് യഥാസമയം പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് നിയമപരമായ വിഷയങ്ങൾ മാത്രമാണ്. അതിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ 99% അക്കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വിഷയത്തിൽ താല്പര്യം ഉള്ള പക്ഷം തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക.
അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.